സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടന്ന എല്ലാ വിനോദസഞ്ചാരികളെയും രക്ഷപ്പെടുത്തി. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിലാണ് വിനോദസഞ്ചാരികളെ എയർലിഫ്റ്റ് ചെയ്തത്. ലാച്ചനിലെ ചില പ്രദേശവാസികളെയും എയർലിഫ്റ്റ് ചെയ്തു. രക്ഷപ്പെടുത്തിയ എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അസമിലെ പ്രളയത്തിന് നേരിയ ശമനമാകുന്നു. 64 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചത്. ബ്രഹ്മപുത്ര നദിക്ക് സമീപമുള്ള മോറിഗോം ജില്ലയിൽ നിന്ന് 200ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബക്രീദ് ദിനത്തിൽ അജ്മീർ ദർഗയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. ഈദ് അൽ അദ്വ ദിനത്തിലാണ് അജ്മീർ ദർഗയിലെ ജന്നത്തി ദർവാസ വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ഈ ദിനത്തിൽ അജ്മീരിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും സെപ്റ്റംബറിൽ കമ്മീഷനിംഗ് നടത്തുമെന്നും KSB അധികൃതർ അറിയിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം നടന്നുവരികയാണ്. പദ്ധതിയിൽ നിന്ന് നിലവിൽ 100 ദശലക്ഷം യൂണിറ്റിലേറെ വൈദ്യുതി ഇതിനകം ഗ്രിഡിലേക്ക് നൽകിയതായും അധികൃതർ അറിയിച്ചു. പീരുമേട് താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി. മഞ്ചുമല, വള്ളക്കടവ്, കൊക്കയാർ, പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘം സന്ദർശിച്ചു. തഹസീൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം വിവിധ മേഖലകൾ സേനാംഗങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി.